ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഡയാന മോള് അവൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, അഴിച്ചു വിടുകയല്ല, അവളെ കെട്ടിയിടില്ല, പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ ഈ ഗേറ്റിൻ്റെ ഈ ചുവട്ടിലാണ് അവൾ വന്ന് കിടക്കുന്നത്. അവൾക്കെന്തോ ഇഷ്ടമാണ് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ പോകുന്നതും വരുന്നതും, പിന്നെ പട്ടിയും പൂച്ചയൊക്കെ ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നതൊക്കെ അവൾക്ക് കാണാൻ ഭയങ്കര കൗതുകമാണ്. അവൾക്ക് എന്താണെന്നറിയില്ല, ഈ ഗേറ്റിനോടും ഈ വഴിയോടും എന്തൊക്കെയോ അവൾക്ക് പറയാനുണ്ടായിരിക്കാം കഥകൾ. ആ കഥകൾ എന്താണെന്ന് മാത്രം എനിക്കറിയില്ല. ആരെങ്കിലും ലൈനടിക്കാൻ അപ്പുറത്ത് എവിടെയെങ്കിലും ആരോ നിനക്ക് പറ്റിയ ആൾക്കാർ വല്ലതും ഉണ്ടോ? വേറെ ഈ ഗേറ്റിൻ്റെ ഈ ഭാഗത്തൊന്നും ഇങ്ങനെ വന്നിരിക്കാനേ എനിക്ക് വല്ല ലവ് വല്ലതും ഉണ്ടോ? വല്ല അഫിയർ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും തുറന്നു പറയണം ഡയാനക്കുട്ടി. ഡയാനക്കുട്ടി എന്തുണ്ടെങ്കിലും അവസാനം കല്യാണ സമയത്ത് വേറൊരുത്തിൻ്റെ കൂടെ ഒന്ന് ഒളിച്ചോടരുത്. അത്രയേ ഉള്ളൂ അമ്മയ്ക്ക്. ചതിക്കരുത് അമ്മയെ. എന്നും ഈ ഗേറ്റിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കും, ആരൊക്കെയാണോ ഇതുവഴി പോകുന്നതും വരുന്നതും ഒക്കെ കാണാൻ വേണ്ടി. എൻ്റെ ഡയാന മോൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്. നമ്മളെ കൂടെയാണ് കിടക്കുന്നത് കേട്ടോ. നമ്മളെ റൂമിലാണ് എൻ്റെ മോള് കിടക്കുന്നത്. ഏതെങ്കിലും തറയിൽ മൂലയിൽ നല്ല ടൈൽസിൽ തണുപ്പിൽ അങ്ങ് കിടന്നോളും. രാവിലെ നമ്മളെ കഥകിലിട്ട് ചെണ്ടമേളം അടിയാണ്. ടം 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 ഠും എന്നും പറഞ്ഞൊക്കെ കൊട്ടും. ആരും ഗവനിച്ചില്ലെങ്കിൽ വന്ന് ഉടനെ തന്നെ കട്ടിൽ ചാടി കയറും. എന്നെ രണ്ട് നക്കക്കും ഉമ്മയൊക്കെ തരും. അപ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ ഡയാനയ്ക്ക് വെളിയിൽ പോകാനാണെന്ന്. അങ്ങനെ ഞാൻ ഡയാനേനെ തുറന്നു വിടും. ഡയാന തുറന്നു വിട്ടാൽ ഓടി വരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഈ സ്ഥലത്ത് അവൾക്ക് ഇരിക്കാനാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇതുവഴി ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ അവൾക്ക് പറ്റിയ എന്താ പറയേണ്ടത്, ചേട്ടന്മാരും ഒക്കെ ഇതുവഴിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവളെ സൈസിനുള്ള ആൾക്കാരൊന്നും, വേറെ പട്ടികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വേറെ പപ്പീസൊന്നും ഇതുവഴിയില്ല. കണ്ടില്ലേ, ഇവിടെ വന്ന് അവൾക്ക് ഇങ്ങനെ കിടക്കും. ഈ റോട്ടിൽ കൂടി പോകുന്ന ആൾക്കാരെയൊക്കെ കാണാനാണ് അവൾക്കിഷ്ടം. വേണ്ട, അപ്പം ഇതുവഴി വേറെ കൊച്ചാട്ടന്മാരൊന്നും ഇതുവഴി പോകുമെന്ന് എനിക്കറിയില്ല. അവൾക്ക് പറ്റിയ തരമുള്ള ആൾക്കാരില്ല. എല്ലാം നാടൻ നായ്ക്കളാണ് ഇവിടെ ഉള്ളത്. വല്ല ലാസയൊക്കെ ആയിരുന്നെങ്കിൽ അവൾക്ക് കെട്ടിച്ചൊക്കെ കൊടുക്കാമായിരുന്നു. പക്ഷെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുവഴി ഒരു വേറെ ആരെങ്കിലുമൊക്കെ ലൈനടിച്ച് പോകുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ മോള് വന്നാൽ ഓടി വന്നത് എവിടെയാണ് കിടക്കുന്നത്. അവൾക്ക് ഈ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിന്. അപ്പോൾ നമുക്കിനി അകത്ത് കയറാം. അപ്പോൾ വെളിയിൽ പോകാതിരിക്കുക, കുറ്റിയൊക്കെ ഇട്ട്. ഡയാനെ, മക്കളിങ്ങനെ ഇവിടെ തന്നെ കിടക്കണ്ട, എണീറ്റ്. പിന്നെ ഒരു കാര്യം, എൻ്റെ മോള് ഇപ്പോൾ ഒരു വയസ്സായിട്ടാ. ഒരു വയസ്സ് ഇവളെ കൊണ്ടുവന്നൊരു 7-ാം മാസമായപ്പോൾ ഇവൾ ഫസ്റ്റ് മിനിസ്ട്രേഷനായി. ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞ് ഋതുമതിയായി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു 6 മാസം ആയതിന് ശേഷം ഇപ്പോൾ പീരീഡ്സാണ് എൻ്റെ കുട്ടിക്ക്. ഇപ്പോൾ മൂന്നാമത്തെ ദിവസം ആണ് മോൾക്ക് പീരീഡ്സ് ആയത്. അതായത് ഡിസംബർ 8-ാം തീയതിയാണ്. 8-ാം തീയതിയോ അപ്പോൾ ഒരു 8, 9, 10, 11 4-ാമത്തെ ദിവസമായിരിക്കാം, അറിയില്ല. പിന്നെ പാമ്പർ ഉണ്ടായിരുന്നു, പാമ്പർ തീർന്നു പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അവൾക്ക് ചെറിയ ഒരു തുണി കഷ്ണം എടുത്ത് പണ്ടത്തെ അപ്പന്മാരൊക്കെ കോണ കൊടുക്കും പോലെ ഞാൻ ഉടുപ്പിച്ചു കൊടുത്ത്. ബ്ലീഡിങ് ഉണ്ട് ചെറിയ രൂപത്തിൽ. ഇന്നലെ പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി. അവൾ പെൺകുട്ടിയല്ലേ, ഇനിയപ്പോൾ നമ്മളെപ്പോലെ അവളും ഒരു പെണ്ണാണ്, ഒരു പിങ്കഞ്ഞാണ്. കൊച്ച് പപ്പി ഒക്കെ ആയി മാറി. ഇപ്പോൾ അവൾ വലിയൊരു കുഞ്ഞായി, കെട്ടിക്കാറായി. എന്തായാലും അവളെ വിശേഷമാണ് കേട്ടോ. ഇപ്പം പോവാൻ മക്കൾ പോകാൻ, അങ്ങോട്ട് അമ്മ വരുന്നുണ്ട്. പതുക്കെ പോട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ മോള് അവൾക്ക് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം. എൻ്റെ ചക്കരയ്ക്ക് മക്കൾ നടന്ന് വയ്ക്കും. അങ്ങനെ കുണിയും വയ്ക്കുമോ. പിന്നെ അല്ലെങ്കിൽ ഈ കാറിൻ്റെ മണ്ടയിൽ ചാടി കയറിയിരിക്കും.
അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കളെ. ഇന്ന് എൻ്റെ ഈ പെങ്കൊച്ചിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. കഥയായിട്ടൊന്നും ഇല്ല, എന്നാലും എൻ്റെ കുഞ്ഞിനെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം സുഖമില്ലാതിരിക്കുന്ന കുട്ടിയല്ലേ, എൻ്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും നോക്കണം. അവൾക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ചെറുക്കനെ കണ്ടുവയ്ക്കണം. അല്ലാതെ ഇവിടെയുള്ള കോവാലന്മാരെയൊന്നും നമുക്ക് എടുക്കാൻ പാടില്ലല്ലോ. നമ്മളെ ഡോബർ ഇവിടുത്തെ നാടൻ നായയാണ്, അവൻ ഇവിടെ നോട്ടം ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് അവനടിയിൽ ഞാൻ കൊടുക്കും. എൻ്റെ കുഞ്ഞ് വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ചതിക്കാനുള്ള പ്ലാനുണ്ട്. പക്ഷെ അവനൊന്നും നടക്കുന്നില്ല. അവനെ ഇവിടെ വളയ്ക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ പെങ്ങളായിട്ട് വേണം കരുതാൻ, കുഞ്ഞു പെങ്ങൾ. പക്ഷെ അവർക്കറിയാമോ ഇത് പെങ്ങളാണോ പെരിച്ചാഴിയാണോ എന്നൊന്നും. ഓക്കെ, ദയവൻ കണ്ടില്ലേ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ. എൻ്റെ കുട്ടീനെ കണ്ണ് തപ്പുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും, മനസ്സിലായില്ലേ. ഇവൻ്റെ തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ നോക്കണം. അപ്പോൾ രണ്ടുപേരെയും ഒരു പന്തലിൽ വെച്ച് നമുക്ക് കല്യാണം കഴിച്ചിറക്കണം. അതാണ് എൻ്റെ പ്ലാന്. ഇവന് പറ്റിയൊരു പെണ്ണ് നിൻ്റെ കൂട്ടുകാരെ ഉണ്ടെങ്കിലൊന്ന് പറ കേട്ടാ. ഇവനൊരു പറ്റിയ പെണ്ണും എൻ്റെ ഡയാന തമ്പുരാട്ടിക്ക് രാജകുമാരിക്ക് പറ്റിയ ഒരു ചെറുക്കനും വേണം. എൻ്റെ ഡോബർ രാജകുമാരന് പറ്റിയ ഒരു പെണ്ണിനും വേണം. ഇവിടെ ഉള്ള പെൺപിളയൊന്നും അവന് വേണ്ട. അവൻ വന്ന് ഇവിടെയൊക്കെ പെൺപിളരെയൊക്കെ വന്നൊക്കെ നോക്കി, പക്ഷേ ഒന്നും ആച്ചോ പേച്ചോ സൈസുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇത്തിരി ഗ്ലാമറുള്ള പെണ്ണിനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗ്ലാമറുള്ള പെണ്ണ്. ഞാൻ പറയടാ, ഗ്ലാമറിലൊന്നും അല്ലടാ കാര്യങ്ങൾ. എടാ, നിനക്ക് ഒരു പുലാവിലെ വെള്ളം കോരി തരണം, അല്ലെങ്കിൽ വെച്ചുണ്ടാക്കി തരണം. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് അതൊക്കെ ഓക്കെയാണ്, മുഖത്ത് നോക്കിയാൽ ഒരു ചേല് വേണ്ടേ അമ്മ എന്നൊക്കെയാണ് അവൻ എന്നോട് പറയുന്നത്. പിന്നെന്ത് ചെയ്യാനാ. ഇതാ സുന്ദരൻ്റെ എൻ്റെ ഡയാനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. പൂച്ചയുടെയും കിളികളെയും പൂച്ചകൾ പോവുകയാണെങ്കിലും കാക്കകളും കിളികളും ചിത്രശലഭങ്ങളൊക്കെ പോയാൽ അതിൻ്റെ പിറക്കിൽ നിന്ന് ഓടിപ്പോകും പിടിക്കാനായിട്ട്. അല്ലെങ്കിൽ അവൾ കുരച്ച് ബഹളം ഉണ്ടാക്കും. ശരി എന്നാൽ.